അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ PYQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് വെറും PYQ അല്ല, ഓൺലി നമ്മൾ ഇതുവരെ പഠിച്ചത്, അതായത് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം. ഓക്കെ, ജസ്റ്റ് എഴുതി കാണിക്കാം. നമ്മൾ 1857 റിവോൾട്ട് ഇല്ലേ, 1857 റിവോൾട്ട് ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇത് വളരെ ചെറിയ ടോപ്പിക്കാണ്. ഇതിന് വൈഡായിട്ട് പഠിക്കുകയാണെങ്കിൽ വലിയൊരു സംഭവം തന്നെ ഉണ്ട്. നമ്മൾ LDC അതുപോലെ VFA ഇതിന് ചെറിയ സിലബസിൽ ആണ് നമ്മൾ എന്താക്കണ്ടേ, പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് PYQ. ഓക്കെ, വെറും ക്വസ്റ്റ്യൻ അല്ല, PYQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോവുക. പിന്നെ അതുകൂടാതെ നമ്മൾ ഓൾറെഡി പഠിച്ച INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, അതിന്റെ PYQ ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ നമ്മൾ പറയാൻ പോകുന്നത് ആ, കുറച്ച് ഭാഗം INC, പിന്നെ അതുപോലെ കുറച്ച് രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി എന്താവും, റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇത് ഒരു സെഷനാണ്, ഇത് പെയ്ഡ് സെഷനാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷനും ഉണ്ടാവും. വെറുതെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെയല്ല, PYQ മൊത്തം ഈ ഭാഗം കവർ ചെയ്തിട്ടാണ് ഡിസ്കഷൻ പോവുക. അപ്പോൾ പിന്നെ നമുക്ക് ഇത് പഠിച്ചാൽ മതി. ഓക്കെ, NCR SCRT പഠിച്ചതിന് ശേഷം, ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത SCRT പഠിച്ചതിന് ശേഷം ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കണ്ട. ഇനിയിപ്പോൾ അത് പഠിക്കാൻ കഴിയാത്തവർക്ക് SCRT എന്താണ്, മടിയുള്ളവർക്കും എന്താവും, ഇത് ഡയറക്റ്റ് ചെയ്താലും ഇത് മതി സത്യം പറയണത്. ഓക്കെ, പക്ഷേ SCRTന്ന് ഡയറക്റ്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നെ പറയുകയും ചെയ്യരുത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ SCRT എന്തായാലും വായിക്കണം. അതിന്റെ കൂട്ടത്തിൽ ഇതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് തപ്പി പോണ്ട. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ്, ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പ്, എന്താണ് 1857 റിവാൾട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ 1857 റിവാൾട്ട് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്തത് 1857 മെയ് 10 ഓക്കെ, ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1857, 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ ഒരു മഹായുദ്ധം നടക്കുന്നത്. ഓക്കെ, റെഡി? ഇനി മറ്റൊന്ന്, മഹായുദ്ധം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വലിയ യുദ്ധമായിരുന്നു സത്യത്തിൽ. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ പോയ ഒരു യുദ്ധമായിരുന്നു അത്. ഓക്കെ, അപ്പോൾ 1857 മെയ് 10 എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുക, ഇതൊക്കെ ഇതിന്റെ ഓരോ കാരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായി പ്രതിഷേധിച്ചത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്രതിഷേധിച്ചത് ആരാണ്? നമ്മളെ മംഗൾ പാണ്ഡെയാണ് കേട്ടോ. ഫസ്റ്റ്, ആദ്യത്തെ ആ, രക്തസാക്ഷി. ഓക്കെ, ഈ യുദ്ധത്തിലെ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെയാണ്. ഓക്കെ, റെഡി? ഓക്കെ, പിന്നെ എന്താ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ പഠിച്ചത്? തോക്കിൽ വെടിയുണ്ട നിറക്കുന്നതിന് നിർബന്ധിക്കുക. അതില് എന്താ പറയാ, മതത്തെ വ്രണപ്പെടുത്തുന്ന മൃഗത്തിന്റെ നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണ്, പ്രശ്നമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1857 ഏപ്രിൽ 8 1857 ഏപ്രിൽ 8 മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റി. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റത്തെ പോയിന്റ് ഓർഗനൈസ് ചെയ്ത് പഠിക്കുക. ഫസ്റ്റത്തെ പോയിന്റ് 1857 റിവോൾട്ട്. ഓക്കെ, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് 1857 ഒഫീഷ്യലി അത് സ്റ്റാർട്ട് ചെയ്തത് മെയ് 10. അതിനെക്കുറിച്ച് പറയും. ഓക്കെ, ആദ്യത്തെ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. ഓക്കെ, അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8 തൂക്കിലേറ്റി. പിന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞു, ബരക്പൂരിലെ സൈനികനായിരുന്നു ആര്? മംഗൽ പാണ്ഡെ, ബരക്പൂർ കേട്ടോ. ഓക്കെ, SCRT ഉള്ളതായതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. റെഡി? പിന്നെ കാരണങ്ങൾ എന്താ? ഒന്ന്, എൻഫീൽഡ് റൈഫിളിന്റെ തോക്കിന്റെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത്. ഉം. പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ദത്താവകാശ നിരോധന നിയമം, അതുപോലെ സൈനിക സഹായ വ്യവസ്ഥ, ഇതൊക്കെ എന്താണ്, ഓരോ കാരണങ്ങളാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ശരി, ഇനി അടുത്തത്, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. മെയ് 10 തുടങ്ങി. എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. എവിടെയാണ്? മീററ്റ്. ഓക്കെ, റെഡി?
റെഡി. ഇനി പിന്നെ കുറെ കാരണങ്ങളുണ്ട്. ഇത് കണ്ട ബഹദൂർ ഷാ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുന്നത്, അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ. ഞാൻ അതൊന്നും പറയുന്നില്ല. നമ്മൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ കവർ ചെയ്യും. ഇത് വെറുതെ വായിച്ച് സമയം കളയുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുമില്ല. അത് നമ്മൾ ക്വസ്റ്റ്യൻസിൽ എന്താവും കവർ ചെയ്യും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഇതെന്താകുക, ഇത് ഓരോ വ്യക്തി ഓരോ സ്ഥലം. ഇതിന്റെ എക്സ്ട്രയും ചോദിച്ചിന് PSC. ഇത് കൂടാതെ ഒരു ചെറിയ എക്സാം അടക്കം ചോദിച്ചിന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഉണ്ട്. അതായത് ദത്താവകാശ നിരോധന നിയമപ്രകാരം അന്ന് ചില സ്റ്റേറ്റുകൾ എന്തായി ചേർത്തില്ല. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് പറയാം. ഇതിൽ പറയുന്നതിൽ പ്രസക്തിയില്ല. ഇതിന് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിലെന്താകുക, SCRT ആയി എടുക്കുന്ന സമയത്ത് നമുക്ക് പറയാം. ഓക്കെ, അതായത് ചില മിസ്ലേനിയസ് ടോപ്പിക്സ് ഉണ്ട് SCRT-യിൽ. അപ്പോൾ SCRT-യിൽ ആ ടോപ്പിക്ക് അതുകൂടി ഞാൻ പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കുക. ഒന്ന്, 1857 റിവാൾട്ടുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ വ്യക്തികളും ഓരോ സ്ഥലങ്ങളും. ഓക്കെ, LDC VFA സിലബസ് അനുസരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. 1857 റിവാൾട്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്, ഓരോ വ്യക്തികൾ എവിടെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആഹ്, ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി, അങ്ങനെ ഓരോ പ്രദേശം ഉണ്ടല്ലോ. ഓക്കെ, ഝാൻസി റാണി എവിടുന്നാണ്, അങ്ങനെ ഓരോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് പറയും. പിന്നെ രണ്ടാമത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, INC, അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ. ഓക്കെ, ആ, അതിനു മുമ്പ് പറയാണ് വിട്ടുപോയതാണ് ഗാന്ധിജി. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. ഓക്കെ, നമ്മൾ ഓൾറെഡി SCRT ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളത് നോക്കുക. ഗാന്ധിജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സബ് ടോപ്പിക്കാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന്, 1857 റിവാൾട്ട്, ഗാന്ധിജി, പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതും അതുമായി ചരിത്രങ്ങളും അതൊക്കെ. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ അതും ഡിസ്കസ് ചെയ്തതാണ്. അത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നോക്കുക. അപ്പോൾ ഗാന്ധിജി, ഇത് മൂന്നുമാണ്. അപ്പോൾ 1857 റിവാൾട്ട്, ഗാന്ധിജിയായി ബന്ധപ്പെട്ട് എന്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ INC ആയി ബന്ധപ്പെട്ടതും അതുമായി. ഇത്രയും പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മിസ്ലേനിയസ് VFA അല്ലെങ്കിൽ LDC പഠിക്കുന്നവർക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മൾ മൊത്തം വാരി പഠിച്ച് പഠിക്കണം. നമ്മൾ SCRT നോക്കണം. പക്ഷെ ഇത് നോക്കിയതിന് ശേഷം മറ്റും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മൂന്നും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. ഗാന്ധിജിന്റെ ഇന്ന് ചെയ്യില്ല, ഇത് രണ്ടും. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ ടൈം കളയണ്ട, ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഇനി അടുത്തത്, പിന്നെ ഒരു ടോപ്പിക്കും കൂടിയുണ്ട്, ഞാൻ വിട്ടുപോയതാ പറയാൻ. അതായത് പ്രധാനപ്പെട്ട പത്രങ്ങൾ, പ്രധാനപ്പെട്ട കലയുമായി ബന്ധപ്പെട്ടത്, അതും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതും എന്താണ് PYQന്റെ, അതായത് PYQ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാനുള്ളത് ഇതാണ് പറയേണ്ടത് കേട്ടോ. ഒന്ന്, ഡൽഹിയിൽ ആരാണ്, ഇത് കാണാതെ പഠിച്ചോളാം, വൃത്തിക്ക് പഠിച്ചോളാം. ഓക്കെ, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹിയിൽ ആരാണ്, ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ. റെഡി. ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ടു. വിപ്ലവാനന്തരം അദ്ദേഹം എന്തായി, റാങ്കൂണിലേക്ക് നാട് കടത്തി ബ്രിട്ടീഷുകാർ. ഓക്കെ, പിന്നെ ജനറൽ ഭക്ത് ഖാൻ, അദ്ദേഹത്തിന്റെ സൈനിക ജനറൽ. അപ്പോൾ ഡൽഹിയിലെ രണ്ടാമത്തെയാണ് കാണാം, ഭക്ത് ഖാൻ ഡൽഹി, ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി. ഓക്കെ, ക്ലിയർ. ഇവർ രണ്ടുപേരാണ് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പഠിക്കുക. പിന്നെ ഝാൻസി അറിയാലോ, റാണി ലക്ഷ്മിബായി. ഓക്കെ, പിന്നെ അടുത്ത കാൺപൂരാണ്. അത് ഒന്ന്, നാനാ സാഹിബ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാനാ സാഹിബ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അദ്ദേഹം മറാത്ത ഭരണാധികാരിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറാത്ത ഭരണാധികാരി. ഓക്കെ, മറ്റൊന്ന് കാൺപൂറുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്, താന്തിയ തോപ്പി. ഓക്കെ, അദ്ദേഹം നാനാ സാഹിബിന്റെ സൈനിക തലവനാണ്. ഗറില്ല യുദ്ധമുറകൾ, ഇത് PSC ചോദിച്ചതാണ്, ഗറില്ല. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോന്നും കാണാൻ പറ്റും. ഓക്കെ, താന്തിയ തോപ്പിയാണ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നാനാ സാഹിബിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ആര്, താന്തിയ തോപ്പി. അത് മറക്കണ്ട. റെഡി. പിന്നെ ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, 1000 വട്ടം ചോദിച്ചു. അവധിലെ ഭരണാധികാരിയാണ് കേട്ടോ. ലക്നൗ UP ആണ്, അവധിലെ ഭരണാധികാരി. പിന്നെ ബീഹാറിലെ ആര, ഒരുപാട് വട്ടം ചോദിച്ചതാണ്, കൻവർ സിംഗ്.
ഇത് കണ്ടോ, ഈ വേർഡ് ഇത് PSC ചോദിച്ചതാണ് കേട്ടോ. ജഗദീഷ്പൂർ. ഈ ഒരു സംഭവം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നോട്ട് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ട് ഞെട്ടിപ്പോയതാണ് ജഗദീഷ്പൂർ. ഓക്കെ, ജഗദീഷ്പൂരിലെ കർഷക പ്രഭു കേട്ടോ, കൻവർ സിംഗ്. അപ്പോൾ കൻവർ സിംഗ് അറിയാം, ബീഹാറിലെ അറിയാം, ആരറിയാം, അല്ലെങ്കിൽ ബീഹാറുകാരനാണെന്ന് അറിയാം. പക്ഷെ ഈ ജഗദീഷ്പൂർ അറിയില്ലെങ്കിൽ പോയി, അവിടെ കിട്ടൂല. പിന്നെ വേറൊരു വ്യക്തിനെ കുറിച്ചും കൂടി ചോദിക്കുന്നുണ്ട്, അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആയി. പിന്നെ ഇതാണ് ഇതിലെ ഒരു സർപ്രൈസ്. 57-ലെ കലാപവും സിനിമയും ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് മോഹൻ സിൻഹയുടെ 1857. ഓക്കെ, കേതൻ മെഹത്ത സംവിധാനം ചെയ്ത മംഗൽ പാണ്ഡെ. ഓക്കെ, ഇതൊക്കെ ഇതാണ് ദ റൈസിംഗ്. പിന്നെ ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക, ക്വീൻ ഓഫ് ജാൻസി. ഇതൊക്കെ എന്താണ്, 1857-ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്ന നോവലുകളിലും എന്ത് 1857 പശ്ചാത്തലമായിരുന്നു. ഓക്കെ, അപ്പൊ 1857-ലെ അമൃതം തേടി മലയാറ്റൂർ രാമകൃഷ്ണൻ. അപ്പൊ ഇതിന് എന്തൊക്കെ സ്വാധീനം ചെലുത്തി ഈ യുദ്ധം, ഇതാണ് പറയുന്നത്. അതിനു മുമ്പ് ഇതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ഒന്ന്, ഉത്തരേന്ത്യയിലെ ഏതാനും പ്രദേശങ്ങളിൽ ഒതുങ്ങി, സംഘടിത ഉണ്ടായില്ല. മെച്ചപ്പെട്ട സൈനിക ശേഷി ബ്രിട്ടീഷുകാർക്കായിരുന്നു. പിന്നെ മധ്യവർഗം പൊതുവെ അനുകൂലിച്ചില്ല. അപ്പോൾ ഒരു PSC ചോദിക്കുകയാണ്, ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള ആളുകളും, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആളുകളും ഇതിന് സപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ഉത്തരം തെറ്റാണ്. ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. മധ്യവർഗം എന്തായി, കലാപത്തെ അനുകൂലിച്ചില്ല. അതുപോലെ ഉത്തരേന്ത്യയിലെ ആളുകൾ, ഇന്ത്യയിലെ മൊത്തം ആളുകൾ പങ്കെടുത്തോ? ഇല്ല. ഓക്കെ, ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളിലെ ആളുകൾ പങ്കെടുത്തോ? ഭൂരിഭാഗം എല്ലാ നാട്ടുരാജ്യങ്ങളിലും ഇതിൽ ഇൻവോൾവ് ആയോ? ഇല്ല. ചില വിഭാഗങ്ങൾ വിട്ടുനിന്നു. ഓക്കെ, അപ്പോൾ സ്വാധീനം ചെലുത്തി എന്തെല്ലാം നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇതാണ് ഫസ്റ്റത്തെ പോയിന്റ് കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയാണ്. ഓക്കെ, അത് 1858-ൽ എന്താണ്, പിന്നെ ഡയറക്റ്റ് ക്രൗണ്, ബ്രിട്ടീഷ് പാർലമെന്റ് അണ്ടറിൽ, ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിൽ നേരിട്ട് എന്താണ് ഇന്ത്യയുടെ നേതൃത്വം അവർ ഏറ്റെടുത്തു. കാരണം ഇനി കമ്പനീനെ വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഓക്കെ, രാജ്ഞിയുടെ നേതൃത്വത്തിൽ നിയന്ത്രണത്തിലായി. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇത് 1858 ആക്ട് പ്രകാരമാണ് കേട്ടോ. 1858 ആക്ട് പ്രകാരം. ഓക്കെ, പിന്നെ വൈസ്രോയി എന്നുള്ള പേര് വന്നു. ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം ആയി. റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് SCERT-യിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ എന്താക്കുക, പഠിക്കുക. റെഡി? പിന്നെ നമുക്ക് പറയാനുള്ളത് കുറച്ച് എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ, ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി ഓരോന്നോരോന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ആരാണ് കൻവർ സിംഗ്, എവിടെയാ, ഇതൊന്നും കൂടി പറയാം. ഇത് കണ്ടോ, ഡൽഹി, ബഹദൂർ ഷാ, ജനറൽ ഭക്ത് ഖാൻ. ഇത് ഇങ്ങനെ വായിച്ച് വായിച്ച് കൊണ്ടുപോകുക കേട്ടോ. ഓക്കെ, പിന്നെ ബറേലി, ഖാൻ ബഹദൂർ ഖാൻ. ഓക്കെ, ബറേൽവി അല്ലെങ്കിൽ ബറേലി, എന്ത് വേണമെങ്കിൽ പറയാം. ഓക്കെ, അദ്ദേഹം റോഹിൽ കണ്ടില്ല. ഇത് അടുത്ത വേറൊരു പോയിന്റ് ആണ്, നോട്ട് ചെയ്യട്ടോ. നോട്ട് ചെയ്യാം. അതാണ് ചില എക്സെപ്ഷൻസ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. റോഹിൽ കണ്ട്, റോഹിൽ കണ്ട് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഖാൻ ബഹദൂർ ഖാൻ. ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. ഓക്കെ, ഇത് പഠിച്ചേ പറ്റൂടോ. റോഹിൽ ഖണ്ഡിൽ നേതൃത്വം കൊടുത്തു. അത് മറ്റു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഏതാണ്? ബറേലി. ഓക്കെ, ബറേലി UP ആണ്. UP-യിലെ ബറേലിയിലാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. ഓക്കെ, പിന്നെ ഫൈസാബാദ്. ഇത് പഴയ ടെക്സ്റ്റിലുണ്ട് തോന്നുന്നു. ഫൈസാബാദ്, ഫൈസാബാദ്. ഓക്കെ, മൗലവി അഹമ്മദുള്ള. ഓക്കെ, മൗലവി അഹമ്മദുള്ള, മൗലവി അഹമ്മദുള്ള. നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ പഴയ SCERT ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ അത് ചെയ്യുന്നുണ്ട്. PYQ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, പഴയ ടെക്സ്റ്റ് നോക്കണം എന്നില്ല കേട്ടോ. ഇതിൽ നമ്മളെല്ലാം കവർ ചെയ്തിന്. പഴയ ടെക്സ്റ്റിലും ഏകദേശം ഇതാണ്. ഓക്കെ, എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ പറയും കേട്ടോ.
ഓക്കെ, എക്സ്ട്രാ ഒന്നുമില്ല ഈ സബ്ജക്റ്റിലൊന്നുമില്ല, എല്ലാം ഇല്ല എന്നല്ല. ഹിസ്റ്ററിക്ക് നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ബറേലിയിൽ ആരാണ്? ഖാൻ ബഹദൂർ ഖാന്, റോയൽ ഖാന്, പിന്നെ മൗലവി അഹമ്മദുല്ലാന്ന് പറഞ്ഞു, പിന്നെ കൻവർ സിംഗ് ആറ. ഓക്കെ. അപ്പോൾ ആ സമയത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, 1857 കാനിങ് പ്രഭു ആയിരുന്നു ആര് ഗവർണർ ജനറൽ ആ സമയത്ത്. ഓക്കെ. കാനിങ് പ്രഭു. ഓക്കെ. ഓക്കെ. പിന്നെ ഡൽഹിയിൽ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച കമാൻഡർ, അന്ന് ആവശ്യമില്ല, നിക്കോൾസൺ ആണ്. നിക്കോൾസൺ ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഓക്കെ. പിന്നെ റാണി ലക്ഷ്മി, ഇത് ഒന്ന് ഓർത്ത് വെച്ചോട്ടോ. ഹ്യൂഗ് റോസ് ആണ് റാണി ലക്ഷ്മി ബായിയെ എന്തായത് തോൽപ്പിച്ച ഒരു ജനറൽ, ഹ്യൂഗ് റോസ് കേട്ടോ. ഓക്കെ. റെഡി. ഇപ്പൊ ആദ്യത്തെ, മംഗൽ പാണ്ഡെനെ തൂക്കിലേറ്റിയ ദിവസം വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയ ദിവസം വർഷം, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പറയാം, ഇവിടെ നോക്കിക്കോ. സോറി, ഇവിടെ കൊടുത്തിന് കേട്ടോ, ഇതാട്ടോ. മംഗൽ പാണ്ഡെ ഏപ്രിൽ 8-നാണ് തൂക്കിലേറ്റിയത്. ഏപ്രിൽ 8 മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഡി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് 1857 റിവാൾട്ടുമായി ബന്ധപ്പെട്ടത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതെന്താക്കുക, ഇത് പഠിക്കുക. ഓക്കെ. അടുത്ത സെഷന് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡോണ്ട് മിസ് ദാറ്റ് സെഷൻ. ഓക്കെ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. മിനി നോക്കട്ടെ. പിന്നെ നോക്കിക്കോ, ചില ലീഡർമാരെ, ഇത് ഞാൻ പുറത്തുനിന്ന് എടുത്തതാണ്. കദം സിംഗ്. ഓക്കെ. കദം ആ, കദം സിംഗ്. കദം സിംഗ് മീററ്റ് കേട്ടോ. കദം സിംഗ് മീററ്റ് എഴുതിയെടുത്തോളാം. കദം സിംഗ് മീററ്റ്. ഓക്കെ. ജസ്റ്റ് ഒന്ന് ഖാൻ ബഹദൂർ ഖാൻ പറഞ്ഞു. ജഗദീഷ്പൂർ, അങ്ങനെ ചോദിക്കാം. ജഗദീഷ്പൂർ എവിടെയാണ്? അതാണ് കൻവർ സിംഗ്. ഇത് PSC ചോദിച്ചത്. ഓക്കെ. പിന്നെ മധുര. മധുര എന്നുള്ള പ്രദേശം, മധുര. മധുര ഇത് കുറച്ചേ ചോദിച്ചിട്ടുള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതിൽ പറയും ദേവി സിംഗ്. ദേവി സിംഗ്. ദേവി സിംഗ്. പിന്നെ ലിയാഖത്ത് അലി, അലഹബാദില്. ലിയാഖത്ത് അലി പഠിച്ചു വെച്ചോ എന്തായാലും, എന്തും ചോദിക്കാം. ഓക്കെ. ഈ ഒരു ഭാഗം ഇങ്ങനെ ആയതുകൊണ്ടാണ്, കുറെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാട്ടോ പറയുന്നത്, അല്ല വെറുതെ പറയില്ല. ഓക്കെ. എന്നാലും നിങ്ങൾ, പിന്നെ മംഗൽ പാണ്ഡെ, ബരക്പൂർ എന്ന് കേൾക്കുമ്പോൾ മംഗൽ പാണ്ഡെ മറക്കരുത്. ബരക്പൂർ, മംഗൽ പാണ്ഡെ. ഉം. അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് 1857 റിവാൾട്ട്. ഓക്കെ. അപ്പൊ ഈ സെഷൻ റെഡിയല്ലോ. ഇതാണ് 1857 റിവാൾട്ട്. അത് സെപ്പറേറ്റ് ചെയ്താണ് സിലബസിൽ ഉള്ളതായതുകൊണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ഒന്നും കൂടി പറയാം. ഒന്ന്, 1857 റിവാൾട്ട്, ആ ഓർഡർ തന്നെ പഠിക്കുക, സിലബസ് അനുസരിച്ച് പഠിക്കുക. അതിൽ SCERT നമ്മൾ ഓൾറെഡി റെഫർ ചെയ്തത് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട PYQ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. പിന്നെ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏഹ്. പിന്നെ ഗാന്ധിജി, ഞാൻ ഈ പറയുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കാനും എളുപ്പമാണ്. ഗാന്ധിജി. ഓക്കെ. പിന്നെ നമ്മൾ പഠിക്കേണ്ട ബുക്സ്, പിന്നെ അതുപോലെ ആർട്ട്, ഇതുമായി ബന്ധപ്പെട്ട ബുക്സ് ആൻഡ് ആർട്സ്, എന്തുമായി ബന്ധപ്പെട്ട 1857 ബന്ധപ്പെട്ടത്, സോറി, ഈ ഹിസ്റ്ററിയായി ബന്ധപ്പെട്ടത്, ഈ ഒരു കാലയളവിലുള്ള. ഓക്കെ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നത്തെ പ്രധാന പത്രങ്ങൾ, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ, ജേർണൽസ് ഒക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കവർ ചെയ്യും. നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞു, INC പറഞ്ഞു, ഗാന്ധിജി പറഞ്ഞു. ഈ ബുക്സ് ആൻഡ് ആർട്സ് ഉണ്ട്, അത് നമ്മൾ അടുത്ത സെഷനിൽ ചെയ്യും. പക്ഷെ ഇത് നമ്മൾ ഡയറക്റ്റ് PYQ ഡിസ്കഷനിലാണ് ചെയ്യുക. നമ്മൾ വെറുതെ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് പുസ്തകം വെറുതെ എഴുതൂല. SCERT നമ്മൾ PYQ ചെയ്യുമ്പോൾ ഓൾറെഡി SCERT ഇൻക്ലൂഡഡ് ആവും. ഓക്കെ. അതും കൂടി മനസ്സിലാക്കുക.
പിന്നെ നമ്മൾ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഈ ബുക്സ് വാട്സും PYQ പഠിച്ചതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് മിസ്ലേനിയസ് എന്നുള്ള ഒരു ടോപ്പിക് എന്നുള്ള നിലക്ക് നമ്മൾ ബാക്കി SCRT ഇതുമായി ബന്ധമുള്ളതും ബന്ധമില്ലാത്തതും ജസ്റ്റ് ഒന്ന് വായിക്കുക. വായിച്ച് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും സൈനിക സഹായ വ്യവസ്ഥ, പിന്നെ കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. അതെന്താക്കുക, വായിക്കുക. ഇത് കണ്ടതിന് ശേഷം എന്താക്കുക, അതിലോട്ട് പോകാം. റെഡി? ഓക്കെ. ഇനി നമ്മൾ അടുത്തത് PYQ സെഷൻ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിത്ത് ഡിസ്കഷൻ ആയിരിക്കും. വെറുതെ പറഞ്ഞു പോവുകയല്ല. അത് ഓരോന്നും നമ്മളെന്താ വീണ്ടും വീണ്ടും പറയും. അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് സംഭവങ്ങളും പറയും. അത് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് പഠിച്ചാൽ തന്നെ എന്താണ് ഏകദേശം ക്ലിയർ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ SCRTയും കവർ ചെയ്ത്. ഓക്കെ. അതോടുകൂടെ ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് എന്താവും, സോൾവ് ആവും. അപ്പോൾ താങ്ക് യു. ഈ സെഷൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ.